കേരളത്തിലെ കൃഷി മാറിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ കൃഷി ഇനി പഴയ പോലെയല്ല. ഒരു കാലത്ത് എല്ലാവരും ഒരേ രീതിയിലുള്ള കൃഷികളായിരുന്നു ചെയ്തിരുന്നത്. റബ്ബർ, തേങ്ങ, നെല്ല്, വാഴ, അതാണ് കേരളത്തിൻ്റെ സ്ഥിരം കൃഷി ചിത്രം. പക്ഷേ ഇന്ന് കാലാവസ്ഥ മാറുന്നു, ചെലവുകൾ കൂടുന്നു, പഴയ പല കൃഷികളിലും ലാഭം കുറയുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിലെ പല കർഷകരും പുതിയ രീതികളിലേക്ക് മാറി തുടങ്ങിയത്. ഇന്ന് ആളുകൾ വെറും കൃഷി മാത്രം നോക്കുന്നില്ല, ഏത് കൃഷിക്ക് ഡിമാൻഡ് ഉണ്ടാകും, ഏത് ക്രോപ്പ് ഫ്യൂച്ചറിൽ കൂടുതൽ വാല്യൂ നൽകും എന്നതാണ് ആളുകൾ ചിന്തിക്കുന്നത്. അതാണ് ഇന്നത്തെ സ്മാർട്ട് ഫാമിംഗ്. ഇപ്പോൾ കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഹൈ വാല്യൂ ക്രോപ്പിലേക്ക് ആളുകൾ മാറുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്ന ഒരു കൃഷിയാണ് ഡ്രാഗൺ ഫ്രൂട്ട്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ അധികം ആരും സീരിയസ് ആയി നോക്കാത്ത ഒരു ഫ്രൂട്ടായിരുന്നു ഡ്രാഗൺ ഫ്രൂട്ട്. പക്ഷേ ഇന്ന് ഫ്രൂട്ടിന് വലിയ ഡിമാൻഡാണ്. ജ്യൂസ് ഷോപ്പുകൾ, ഹോട്ടലുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, ഹെൽത്തി ഫുഡ് മാർക്കറ്റ്, എല്ലായിടത്തും ഡ്രാഗൺ ഫ്രൂട്ടിന് ആവശ്യക്കാർ കൂടുകയാണ്. കാഴ്ചക്ക് തന്നെ പ്രീമിയം ഫീൽ ഉള്ള ഈ ഫ്രൂട്ട് ഇന്ന് നല്ല ഇൻകം നൽകുന്ന ഒരു ക്രോപ്പായി മാറിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ചെറിയ സ്ഥലത്ത് തന്നെ കൂടുതൽ വാല്യൂ കിട്ടുന്ന കൃഷി എന്ന രീതിയിൽ പലരും ഇത് പരീക്ഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. കേരളത്തിൽ ചില യുവാക്കളും ഇപ്പോൾ ട്രഡീഷണൽ ഫാമിംഗ് വിട്ട് ഇത്തരത്തിലുള്ള മോഡേൺ ഫാമിംഗ് രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അവർ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ഇന്നത്തെ ഫാമിങ്ങിൽ വെറും മണ്ണിൽ ജോലി മാത്രമല്ല, അതൊരു ബിസിനസ് മൈൻഡ് സെറ്റാണ്. ഏത് ക്രോപ്പിന് മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടാകും, എവിടെയാണ് നല്ല വില കിട്ടുക, എങ്ങനെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം, ഇതൊക്കെയാണ് ഇപ്പോൾ വിജയത്തിൻ്റെ രഹസ്യം. ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിൽ വിജയിക്കാൻ വെറും ചെടി നട്ടാൽ മാത്രം പോരാ. പ്രോപ്പർ ഡ്രെയിനേജ്, സ്ട്രോങ് സപ്പോർട്ട് പോൾസ്, കറക്റ്റ് പ്രൂണിങ്, കൺട്രോൾഡ് വാട്ടറിങ്, ഇതൊക്കെയാണ് നല്ല ഈൽഡ് കിട്ടാനുള്ള മെയിൻ കാര്യങ്ങൾ. ഇപ്പോൾ പല എക്സ്പീരിയൻസ്ഡ് ഫാമേഴ്സിനും ഡ്രിപ്പ് ഇറിഗേഷൻ ഉപയോഗിച്ചാണ് ഈ കൃഷി മാനേജ് ചെയ്യുന്നത്. അതിലൂടെ വാട്ടർ കൺട്രോൾ ചെയ്യാനും ഫ്രൂട്ട് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനും സാധിക്കും. അതുപോലെ ഫ്ലവറിങ് സമയത്ത് പോളിനേഷൻ ശ്രദ്ധിച്ചാൽ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ കൂടും. കാരണം മാർക്കറ്റിൽ ഇന്ന് ഡിമാൻഡ് ഉള്ളത് ക്വാളിറ്റി ഫ്രൂട്ട്സിനാണ്. അതുകൊണ്ട് തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഫാമിംഗ് ഇപ്പോൾ വെറും ഒരു കൃഷിയല്ല, ശരിയായ രീതിയിൽ ചെയ്താൽ ഫ്യൂച്ചർ വാല്യൂ ഉള്ള ഒരു സ്മാർട്ട് ഫാമിംഗ് മോഡൽ ആവുകയാണ്. ഇതുപോലെ തന്നെയാണ് അവക്കാഡോ പോലുള്ള ക്രോപ്സിനും ഇന്ന് വലിയ വളർച്ചയാണ് ഉണ്ടാകുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പലർക്കും അവക്കാഡോ എന്ന പേര് പോലും അറിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് സ്ഥിതി മാറിയിരിക്കുന്നു. ഹെൽത്ത് കോൺഷ്യസ് ആയ ആളുകൾ കൂടുന്നു, ഹെൽത്ത് ഫുഡ് ട്രെൻഡ് വളരുന്നു, ജിം കൾച്ചേഴ്സ് കൂടുന്നു. അതോടൊപ്പം അവക്കാഡോയുടെ ഡിമാൻഡിലും വളരെ വലിയ മാറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പല കഫേകളിലും അതുപോലെ റെസ്റ്റോറൻറ്റുകളും പ്രീമിയം സൂപ്പർ മാർക്കറ്റിലും അവക്കാഡോ പ്രോഡക്റ്റ് കാണാൻ സാധിക്കും. അതിനാൽ തന്നെ കേരളത്തിൽ പലരും ഇപ്പോൾ അവക്കാഡോ ഫാമിലേക്ക് ശ്രദ്ധ തിരിക്കുന്നുണ്ട്. അവക്കാഡോ കൃഷിയിൽ വിജയിക്കാൻ ശരിയായ വെറൈറ്റി തിരഞ്ഞെടുക്കുന്നത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിൽ ട്രോപ്പിക്കൽ അവക്കാഡോ വെറൈറ്റീസിലേക്കാണ് പലരും മാറുന്നത്. പല എക്സ്പീരിയൻസ്ഡ് ഫാമേഴ്സിനും ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ഉപയോഗിച്ചാണ് കൾട്ടിവേഷൻ ചെയ്യുന്നത്. കാരണം ഗ്രാഫ്റ്റഡ് പ്ലാന്റ് വേഗത്തിൽ ഫ്രൂട്ടിങ് നൽകും. അതുപോലെ പ്രോപ്പർ സ്പേസിങ്, സൺലൈറ്റ്, പുതയിടൽ എന്നിവയും ഹെൽത്തി ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ അവക്കാഡോ ഫാമിൽ വിജയിക്കുന്നവർ വെറും കൃഷി ചെയ്യുന്നവരല്ല, മാർക്കറ്റ് ഡിമാൻഡ് മനസ്സിലാക്കുന്ന സ്മാർട്ട് ഫാമേഴ്സാണ്. ഇപ്പോൾ വന്ന വലിയ മാറ്റം എന്താണെന്ന് അറിയാമോ? മുമ്പ് ആളുകൾ ചോദിച്ചിരുന്നത് ഏത് കൃഷി ചെയ്യാമെന്നായിരുന്നു. പക്ഷേ ഇന്ന് ചോദിക്കുന്നത് എന്ത് കൃഷിക്ക് ഫ്യൂച്ചർ ഡിമാൻഡ് ഉണ്ടാകുമെന്നതാണ്. അപ്പോൾ കേരളത്തിലെ ഫാമിങ്ങിൽ ഇപ്പോൾ നടക്കുന്നത്, കേരളത്തിലെ കാലാവസ്ഥ മാറുന്നു, ആളുകളുടെ ജീവിത രീതി മാറുന്നു, ഭക്ഷണ രീതി മാറുന്നു, മാർക്കറ്റ് മാറുന്നു. അതുകൊണ്ട് കൃഷിയും മാറേണ്ട സമയമാണ്. ഇന്ന് ചെറിയ സ്ഥലത്ത് പോലും ചിലർ നല്ല വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. കാരണം അവർ ട്രെൻഡ് മനസ്സിലാക്കുന്നു, ശരിയായ ക്രോപ്പ് തിരഞ്ഞെടുക്കുന്നു, ശരിയായ മാർക്കറ്റ് കണ്ടെത്തുന്നു, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതാണ് ഇന്നത്തെ വിജയകരമായ ഫാമിംഗ്. ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിലെ കൃഷിയുടെ ഫ്യൂച്ചർ ഇനി വലിയ മാറ്റങ്ങളിലേക്ക് പോവുകയാണ്. പഴയ രീതിയിൽ നിന്ന് ഹൈ വാല്യൂ ക്രോപ്സിലേക്കും പ്രീമിയം ഫ്രൂട്ട്സിലേക്കും സ്മാർട്ട് ഫാമിങ്ങിലേക്കും ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇനി വരുന്ന വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ വിജയിക്കുക മാറ്റം മനസ്സിലാക്കുന്ന കർഷകരായിരിക്കും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കേരളത്തിൽ ഫ്യൂച്ചറുള്ള കൃഷി ഏതാണ്? കമൻറ്റ് ചെയ്യൂ. ഇത്തരത്തിലുള്ള ഫ്യൂച്ചർ ഫാമിംഗ് വീഡിയോസ് കാണാൻ ഫോളോ ചെയ്തു വെക്കൂ.